അപ്പോൾ ഒന്നൊരു തട്ടിക്കൂട്ട് പരിപ്പ് വടയുടെ റെസിപ്പി കണ്ടാലോ? ഇത് പരിപ്പ് വടയുടെ അനിയനായിട്ടോ ചേച്ചിയായിട്ടോ ആരായിട്ടും കണക്കാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ സാമ്പാറിന് എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, അത് ഒരു 2 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടിക്കൂട്ടെന്ന് പറയാനുള്ള കാരണം. ഈ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതേമാതിരി തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ചൊരു പിടി കറിവേപ്പില, അതേമാതിരി തന്നെ സവാള ചെറുതായിട്ട് ചെറിയൊരു കഷ്ണമാണ് കേട്ടോ അത് അരിഞ്ഞത്, ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞരടിയിട്ട് അത് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ഒരു മിക്സർ ജാർ എടുത്തിട്ട് നമ്മൾ പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിലോട്ട് തന്നെ ഒരു 4 വെളുത്തുള്ളി തൊലി കളയാണ്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന പരിപ്പ് അതൊന്ന് കുറച്ച് എടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് മാറ്റി വയ്ക്കുക. ബാക്കിയെല്ലാം മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക കേട്ടോ. അതായത് ഓവറായിട്ട് അരഞ്ഞു പോകണ്ട, കുറച്ചൊന്നൊരു ഇതായിട്ട് അരച്ചെടുക്കുക. അത് നമ്മൾ നേരത്തെ ഞരടിയിട്ട് മാറ്റി വെച്ചിരുന്ന ആ മിക്സിലോട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ ബാക്കി മാറ്റി വെച്ചിരുന്ന പരിപ്പും കൂടി ഇതിൻ്റെ ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇതേമാതിരി കിട്ടണം. അതാണ് അതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഏതൊക്കെയോ ഷേപ്പിൽ ആ ഒരു സമയത്ത് എന്തൊക്കെ തോന്നുന്നു വെച്ചാൽ ആ ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം വെച്ച് സ്റ്റൗ ഓണാക്കിയിട്ട് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം എപ്പോഴും വെക്കാനായിട്ട് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പരിപ്പ് പൊടിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസിൻ്റെ ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഓരോ പരിപ്പ് പൊടിയായിട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സാമ്പാർ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത്ര ഒരു വ്യത്യാസമൊന്നുമില്ല സാധാരണ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കണേക്കാട്ടും കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി പരിപ്പില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിച്ചിരിക്കേണ്ട. അപ്പോൾ സാമ്പാർ പരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ ഉഷാർ.